നമ്മൾ ഒരാളെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ആ ആൾ പെട്ടെന്നങ്ങ് മരിച്ചു. അങ്ങനെയെങ്കിൽ ആ ആത്മാവ് ഈ സ്നേഹിച്ച ആളോടൊപ്പം കാണുമോ ഇല്ലയോ? കാണുമെന്നാണ് ഡൈസിറ എന്ന് പറയുന്ന പ്രണവ് മോഹൻലാൽ തകർത്ത് അഭിനയിച്ച സിനിമയിൽ പറയുന്നത്. അതൊരു സിനിമയാണ്. പക്ഷേ ജീവിതത്തിൽ അത് സാധ്യമാകുമോ ഇല്ലയോ? സാധ്യമാകും. അങ്ങ് ഈറോഡ് അത് സംഭവിച്ചു. ഒരു പെൺകുട്ടി മരിച്ചു. ആ പെൺകുട്ടിയുടെ ആത്മാവ് കൊലയാളിയോടൊപ്പം ഉണ്ടായിരുന്നോ ഇല്ലയോ? അതാണ് ഇന്ന് പറയുന്നത്. ഒരാഴ്ചയായി ഗോപി ചെട്ടിപ്പാളയത്ത് തോരാത്ത മഴയാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോലും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അത്ര തീവ്രമായ മഴ. ഈ ഗോപി ചെട്ടിപ്പാളയം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ഈറോഡിനടുത്തുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ മഴ ഇങ്ങനെ തകർത്ത് വാരി പെയ്യുകയാണ്. ഒരാഴ്ചയായി മഴയൊന്ന് അടങ്ങി. മഴ അടങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു സെൽവമണി കൂട്ടുകാരനും. എന്താണെന്നറിയാമോ? അവർക്ക് ഈ മഴയൊക്കെ അടങ്ങിയിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൂണിങ്ങനെ മുളച്ചു പോകും. അത് വാഴത്തോപ്പിലാവാം, അല്ലെങ്കിൽ കൃഷിയിടത്തിലാവാം. അത് ശേഖരിക്കുന്ന ജോലിയാണ് സെൽവമണിക്കും കൂട്ടുകാരനും. അങ്ങനെ സെൽവമണിയും കൂട്ടുകാരനും കൂടി ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ആ വാഴത്തോപ്പിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ കൂണുകളെല്ലാം പറക്കി സഞ്ചിയിലേക്ക്, അതായത് ചാക്കിലേക്ക് പറക്കി ഇടുകയാണ്. അങ്ങനെ പറക്കി ഒരു വാഴച്ചൂട്ടിലെത്തിയപ്പോൾ ഒരു കാഴ്ച കണ്ടൊന്ന് നടുങ്ങി. എന്താണെന്നറിയുമോ? ആ വാഴയുടെ ചൂട്ടിൽ ഒരു കത്തി കിടക്കുന്നു. കത്തി സ്വാഭാവികമായിട്ട് വാഴ കൈ കണ്ടിക്കാനോ അല്ലെങ്കിൽ ഇല കണ്ടിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്ന കത്തി ആയിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയുള്ള കത്തിയല്ല. ആ കത്തിയിൽ രക്തം ഇങ്ങനെ കട്ടി പിടിച്ച് കറുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഏതോ മൃഗത്തെയോ അല്ലെങ്കിൽ കോഴിയോ അല്ലെങ്കിൽ എന്തോ കൊന്ന രീതിയിലുള്ളൊരു കത്തിയാണ് ആ കിടക്കുന്നത്. സെൽവമണി ഒന്ന് നടുങ്ങി. ഇവിടെ ഈ വാഴത്തോപ്പിൽ അങ്ങനെ വരേണ്ട സാഹചര്യം വരുന്നില്ല. ചോര കൊണ്ടുള്ള കളിയല്ലേ? സെൽവമണി ഒന്ന് നടുങ്ങി. അവിടെ ആകെ ഒന്ന് ചുറ്റി നോക്കി. കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിച്ചു. തൊട്ട് പുറകെ കൂട്ടുകാരനുമുണ്ട്. വീണ്ടും സെൽവമണി ഒന്നുകൂടി നടുങ്ങുകയാണ്. എന്താണെന്ന് വെച്ചാൽ വാഴത്തോപ്പിൻ്റെ തൊട്ടരികിലായിട്ട് ആ സൈഡിലായിട്ട് ഇളകി കിടക്കുന്ന കുറച്ച് മണ്ണ്. ആ മണ്ണിൽ നിന്നും ഭീകരമായൊരു കാഴ്ച ഈ സെൽവമണി കാണുകയാണ്. മണ്ണിൽ നിന്നും കുറച്ച് മുടിയിഴകൾ പുറത്തേക്ക് ഇങ്ങനെ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നീളമുള്ള മുടിയിഴ. അത് കണ്ട് നേരെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് സെൽവമണിയും കൂട്ടുകാരനും കൂടി നേരെ ആ വാഴത്തോപ്പിൻ്റെ ഉടമസ്ഥനായ മോഹൻ്റെ വീട്ടിലേക്ക്. മോഹനോട് ചെന്ന് കാര്യം പറഞ്ഞു. നിങ്ങളുടെ വാഴത്തോപ്പിൽ ഒരു ഭൂമിക്കടിയിൽ എന്തോ കിടക്കുന്നു, മനുഷ്യരാണെന്ന് തോന്നുന്നു, മുടിയൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്ന കാര്യമൊക്കെ ഈ മോഹനോട് പറയുകയാണ്. അങ്ങനെ മോഹനും കൂടി ചാടി ഓടി ഈ വാഴത്തോപ്പിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അയാൾ കണ്ടു ആ ഭീകരമായ കാഴ്ച. അവർക്ക് ഒരേ ഒരു ഉറപ്പായി, ഈ മണ്ണിനടിയിൽ ഒരു മനുഷ്യ ശരീരമുണ്ട്. ആ മനുഷ്യൻ്റെ മുടിയാണ് ഈ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതൊരു സ്ത്രീ ശരീരമായിരിക്കാം, അല്ലെങ്കിൽ ഇത്ര നീളമുള്ള മുടി പുറത്തേക്ക് വമിക്കത്തില്ലല്ലോ. അങ്ങനെ ഇവർ പോലീസിനെ വിളിച്ചു വരുത്തുകയാണ്. പോലീസ് എത്തി. ആ വാഴത്തോപ്പിലുള്ള ആ മണ്ണ് മാറ്റാനുള്ള ശ്രമം തുടങ്ങിയാണ്. അങ്ങനെ മണ്ണ് മാറ്റി വെറും 3 അടി താഴ്ച മാത്രമുള്ള ഒരു കുഴിയിൽ നിന്നും ഒരു സ്ത്രീയുടെ ശരീരം പുറത്തേക്ക് എടുക്കുകയാണ്. അധികം അഴുകിയിട്ടില്ല കേട്ടോ. 2 ദിവസം മാത്രമേ ആ ബോഡിക്ക് പഴക്കമുള്ളൂ. മുഖമൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ മുഖത്തിൻ്റെ അല്ലെങ്കിൽ ഈ തലയുടെ ഭാഗമൊക്കെ അടിച്ച് ചതച്ചിട്ടുണ്ട് കേട്ടോ. മുഖം ചതച്ചിട്ടുണ്ട്. ഈ കഴുത്തിനകത്ത് നല്ലതുപോലെ ആ നേരത്തെ കണ്ട ആ പിച്ചാത്തി വെച്ചൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അത്ര ഭീകരമായ കാഴ്ചയാണ് ആ ശരീരത്തിലുള്ളത്. ഇനി അറിയേണ്ടത് ഏതാണ് ഈ സ്ത്രീ? ഒരു പിടിയുമില്ല. ഈ ഭാഗത്തുള്ള സ്ത്രീയാണോ? ഒന്നും അറിയത്തില്ല. അങ്ങനെ പോലീസ് മിസ്സിംഗ് കേസുകൾ ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കുകയാണ്. 2 ദിവസം പഴക്കമുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഈ 1 മാസത്തിനുള്ളിൽ മിസ്സിംഗ് ആയിട്ടുള്ള സ്ത്രീകൾ വല്ല ഈ ഭാഗത്തുണ്ടോ? അങ്ങനെയുള്ള കേസുകൾ ഓരോന്ന് പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒരു രാജേന്ദ്രൻ്റെ ഭാര്യ. രാജേന്ദ്രൻ്റെ ഭാര്യയ്ക്ക് 39 വയസ്സുണ്ട്. ഇവരെ കുറച്ച് നാളായിട്ട് കാണാനില്ലെന്നും പറഞ്ഞ് ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയും പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പരാതി കൊടുത്ത ആ അച്ഛനും അമ്മയും കൂട്ടി പോലീസ് ഈ വാഴത്തോപ്പിലേക്ക് വരികയാണ്. വാഴത്തോപ്പിൽ വന്നപ്പോൾ ഈ അച്ഛനും അമ്മയും ആ ബോഡി തിരിച്ചറിയുകയാണ്. തങ്ങളുടെ പൊന്നോമന മകളായിട്ടുള്ള സോണി എന്ന് പറയുന്ന 39-കാരിയുടെ മൃതദേഹമാണ് ഈ കിടക്കുന്നത്. കുറച്ച് നാളായിട്ട് ഈ സ്ത്രീയെപ്പറ്റി യാതൊരു വിവരവുമില്ലായിരുന്നു. സോണിയയ്ക്ക് ഒരു ബ്യൂട്ടി പാർലറാണ് ജോലി. ഭർത്താവാണെങ്കിൽ 2 വർഷം മുമ്പ് മരിച്ചു. അസുഖം ബാധിച്ച മരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അമ്മയുടെ വേവലാതി നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഈ 2 മക്കൾ, അതായത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്. ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമല്ലോ. ആ ഉത്തരവാദിത്തമെല്ലാം ഇപ്പോൾ സോണിയുടെ തലയിലേക്കാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ബ്യൂട്ടി പാർലർ ഇപ്പോൾ ജോലിക്കൊക്കെ പോയിരിക്കുന്നത്. അങ്ങനെ ആ ബ്യൂട്ടി പാർലറിൽ ജോലിക്ക് പോയിരിക്കുവാണ്. അങ്ങനെ പോയിട്ട് എന്നും വീട്ടിലേക്ക് വരുന്ന പതിവുണ്ട്. അങ്ങനെ ആ പതിവ് തെറ്റിയപ്പോഴാണ് വീട്ടുകാർ പരാതി കൊടുത്തിരിക്കുന്നത്. മകളെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ വാഴത്തോപ്പിൽ അവളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അവളാണ് തെളിഞ്ഞു. ഇനി അറിയേണ്ട ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ പെൺകുട്ടി എങ്ങനെയാണ് വിശാലമായിട്ടുള്ള ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഈ വാഴത്തോപ്പിൽ എത്തിയത്? ഈ കുട്ടിയെ കൊന്നതാരാണല്ലേ? സ്വാഭാവികമായിട്ട് അറിയണമല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു കൊലപാതകം നടക്കുമ്പോൾ പോലീസ് ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? പറ.
മൊബൈൽ പരിശോധിക്കും അല്ലേ? അതാണല്ലോ ഇപ്പോൾ ഒരു നാട്ടുനടപ്പ്. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്തായിരിക്കും? CCTV. ഇതാണ് പോലീസിന് ഇപ്പോൾ ഉള്ള ഏക പിടിവള്ളി. അപ്പോൾ ഇവിടെ CCTV ഒന്നുമില്ല, പക്കാ ഗ്രാമീണ പ്രദേശമാണ്, കൃഷി പ്രദേശമാണ്, അതിനെ ആശ്രയിക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ആകെയുള്ള പിടിവള്ളി മൊബൈൽ ഫോണാണ്. പക്ഷേ മൊബൈൽ ഫോൺ എവിടെ? കാണാനില്ല. ഈ കുട്ടിയുടെ ബാഗ് എവിടെ? കാണാനില്ല. ഉണ്ട്. പോലീസുകാർ അത്ര മോശക്കാരൊന്നുമല്ല. ഈ കുഴിയിൽ തന്നെ ആ മൊബൈൽ ഫോൺ കിടക്കുന്നതായിട്ട് ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാഴത്തോപ്പിൽ എവിടെയോ ആ മൊബൈൽ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ കുട്ടിയെ അല്ല ഈ പെൺകുട്ടിയെ കുഴിച്ചെടുത്ത ആ സ്ഥലത്ത് തന്നെ ഈ ബാഗ് മൊബൈൽ ഫോണൊക്കെ ആ കൊലയാളി ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുഴി കുറച്ചുകൂടി തോണ്ടുകയാണ്. മൊബൈൽ ഫോൺ കണ്ടെത്തുന്നു, ബാഗും കണ്ടെത്തുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, കേടൊന്നും ആയിട്ടില്ല, 2 ദിവസമേ ആയിട്ടുള്ളൂ. ആ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായി. ഈ മൊബൈൽ ഫോണിലേക്ക് ഒരു നമ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് ഇങ്ങനെ കോള് വന്നു. അത് ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോളുണ്ട്, സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട്. ഈ ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് കോളുണ്ട്. ഈ നമ്പറിൻ്റെ ഉടമസ്ഥനായിരിക്കും ഒരുപക്ഷെ ഈ കുട്ടിയുടെ കൊലപാതകം അല്ലെങ്കിൽ ഈ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആ ആൾ. പോലീസ് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയാണ്. ബെല്ലടിക്കുന്നുണ്ട്. വാഴത്തോട്ടത്തിൽ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഗ്രാമീണരും പോലീസ് ഉദ്യോഗസ്ഥരായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ആ വാഴത്തോപ്പിലുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുകയാണ്. ഇനി ഇവർ ആരായിരിക്കും ആ പ്രതി? കൂണ് ശേഖരിക്കാൻ വന്ന ശെൽമോണിയാണോ? ഇനി അയാളുടെ കൂട്ടത്തിലുള്ള ആളാണോ? ഇനി ഗ്രാമത്തിലുള്ള മറ്റാരെങ്കിലും ആണോ? പറ, ഒരുപാട് സംശയങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കണ്ണുകളും ആ ഫോൺ അടിക്കുന്ന ആളിലേക്ക് ചെല്ലുകയാണ്. അത് ആരാണെന്നറിയുമോ? പറ. ആ വാഴത്തോപ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മോഹനൻ എന്ന് പറയുന്ന 27കാരൻ പയ്യനാണ് ഇതിൻ്റെ ഉത്തരവാദി. എന്ന് പറഞ്ഞാൽ അവനത് പങ്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പോലീസ് അവനെ വിശദമായിട്ട് ചോദ്യം ചെയ്തു. വാഴത്തോപ്പിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മോഹനെ തലങ്ങും വിലങ്ങും ചോദ്യം ചെയ്തു. എന്തുകൊണ്ട് ഇത്രയും ഫോൺ കോൾ ആ പെൺകുട്ടിക്ക് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഇവന് ഉത്തരമില്ല. ഇവരെങ്ങനെ പരിചയപ്പെട്ടു? 2 നാട്ടുകാരാണ്, വിദൂരത്തിലുള്ള 2 ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് ഈ മോഹനും ഈ സോണിയും. അവർ തമ്മിൽ എങ്ങനെ പരിചയത്തിലായി അല്ലേ? അവനതിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ ആ കഥ പറഞ്ഞു തുടങ്ങിയാണ്. ഒരു വസ്ത്രനിർമ്മാണശാലയിൽ 2 പേരും ജോലിക്ക് കയറി. 2 സമയത്താണ് കയറി കേട്ടോ. അവിടെ ഒരു മാനേജറായിട്ടാണ് ഈ മോഹൻ കയറുന്നത്. 27 വയസ്സുള്ള നല്ല ചുറുചുറുക്കനായ പയ്യനാണ്, BCom കാരനാണ്. അങ്ങനെ വിദ്യാഭ്യാസമുള്ള പയ്യനാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവർക്കൊക്കെ നല്ല ജോലി കിട്ടും. അങ്ങനെ ഈ പയ്യന് ആ വസ്ത്രനിർമ്മാണശാലയിൽ മാനേജറായിട്ട് ജോലി കിട്ടുകയാണ്. അങ്ങനെ മാനേജറായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ സോണി അവിടെ സെയിൽസ് ഗേളായിട്ട് വരുന്നത്. ഒരുപാട് കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ബോറടിക്കുമായിരിക്കും. എല്ലാത്തിൻ്റെയും ക്ലൈമാക്സ് ഒന്ന് തന്നെയാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. അങ്ങനെ അവർ തമ്മിൽ അടുക്കുകയാണ്. 27കാരൻ പയ്യനും 39 വയസ്സുള്ള നമ്മുടെ സോണിയും തമ്മിൽ. സോണിക്ക് ഒരുപാട് ബാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു 2 കുട്ടികളുണ്ട്, ഭർത്താവ് മരിച്ചിട്ടുണ്ട്, കുടുംബത്തെ നോക്കണം. അങ്ങനെ ഒരുപാട് ബാധ്യതയായിട്ടാണ് സെയിൽസ് ഗേളായിട്ട് ഈ വസ്ത്രനിർമ്മാണശാലയിൽ ജോലിക്ക് വന്നത്. ഇവൻ യാതൊരു ബാധ്യതയുമില്ല. ഇവൻ അടിച്ചു പൊളിക്കണം, കിട്ടുന്ന പൈസ മുഴുവൻ അടിച്ച് തിമിർക്കണം. ഇവൻ്റെ അപ്പനായിട്ട് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് വാഴത്തോട്ടങ്ങൾ, ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ മോനാണ്. അങ്ങനെ ഇവൻ പ്രണയം അഭിനയിച്ച് ഇവിടേക്ക് ചെല്ലുകയാണ്. ഇവൻ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവളുടെ ശരീരത്തോടുള്ള ആ ഒരു താല്പര്യം മാത്രം. പക്ഷേ അതവൻ പുറത്ത് കാണിക്കുന്നില്ല. പുറത്തവൻ കാണിക്കുന്നത് ഭയങ്കരമായ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് നീയില്ല, പറ്റത്തില്ല, നിന്നെ പൊന്നുപോലെ നോക്കാം, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ ഉള്ള തന്ത്രമാണ് ഇവൻ പയറ്റുന്നത്. ഈ ഒരു വലയിലാണല്ലോ പല പെണ്ണുങ്ങളെയും പല ആണുങ്ങളും വീഴ്ത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ പെണ്ണുങ്ങൾ പാവങ്ങൾ കേട്ടോ. ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് പാവപ്പെട്ട പെൺകുട്ടികൾ വലയിൽ വീഴും. ആ വലയിൽ നമ്മുടെ സോണിയും വീഴും. അവക്കാണെങ്കിൽ കിട്ടിയ നല്ലൊരു പയ്യനാണ്, നല്ല ഉയർന്ന ജോലിയുള്ളവനാണ്, നല്ല സാമ്പത്തികമുണ്ട്, പഠിക്കാൻ മിടുക്കനാണ്. അങ്ങനെ ഒരാളെ കിട്ടിയ ഏതെങ്കിലും പെണ്ണ് വിടുമോ? വിടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണ് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇവനെ സ്നേഹിക്കുന്നത്. അങ്ങനെ ഇവർക്കിനി സംഗമിക്കണമല്ലോ, അതിന് പറ്റിയ ഒരു സ്ഥലവും കണ്ടെത്തി. ഇവൻ്റെ ആ വാഴത്തോപ്പ്, ഏക്കർ കണക്കിന് വാഴത്തോപ്പിലുള്ള ആ സ്ഥലത്താണ് ഇവർ സംഗമിക്കുന്നത്. അങ്ങനെ അതൊരു സംഗമ സ്ഥാനമായിട്ട് ആ വാഴത്തോപ്പ് മാറുകയാണ്. പ്രണയം 2 പേർക്കും തലയ്ക്ക് പിടിച്ചു. പക്ഷേ ഇവന് പിടിച്ചില്ല, അവൾക്ക് തലയ്ക്ക് നന്നായിട്ട് പിടിച്ചു. ഇവനില്ലാതെ ഒരടി മുന്നോട്ട് പോകാനൊക്കത്ത അവസ്ഥയിലേക്ക് സോണിയ മാറിക്കഴിഞ്ഞു. കൊച്ചു പെണ്ണ് കേട്ടോ, 30-39 വയസ്സുണ്ടെങ്കിൽ കാണാൻ ഒരു കൊച്ചു പെണ്ണ് തന്നെയാണ്. അങ്ങനെ ഇവനെ വേണമെന്നുള്ള വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് സോണി. ഇതിനിടയ്ക്ക് നമ്മുടെ 27കാരന് കല്യാണ ആലോചന വന്നു മുറുകി. നല്ലൊരു പെൺകുട്ടിയുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. ഇവന് ആ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തേണ്ട സമയമാണ്. ഇത് ഈ പെൺകുട്ടി അറിയുകയാണ്. ആര്? സോണി അറിയുകയാണ്. അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ഉള്ള ക്ലൈമാക്സ് ഒക്കെ ഊഹിച്ചോ. ഇവള് സമ്മതിക്കുന്നില്ല, ഒരു വിധത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഉള്ള ഉറച്ച വാശി നിൽക്കുവാണ് സോണിയ. ഇവനാണെങ്കിൽ തന്ത്രപൂർവ്വം ഇവളെ ഒഴിവാക്കിയേ പറ്റൂ. കാര്യം എല്ലാം കഴിഞ്ഞല്ലോ, കറിവേപ്പില ഓയിലെ അവളെ തള്ളിക്കളഞ്ഞിരിക്കുവാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇവള് തലേന്ന് മാറാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. ഇവനാകപ്പാടെ തലവേദനയായി. ഈ മോഹൻ ഒരു വിധത്തിലും കീഴ്പ്പെടുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഈ സോണി ഒരു ഭീഷണി മുഴക്കുകയാണ്. നീ എല്ലാവരും വലിയ മാന്യനില്ലയോ, എല്ലാവരും മുമ്പിൽ വലിയ മാന്യമായിട്ടല്ലേ നീ നടക്കുന്നത്, നിൻ്റെ ആ പൊയ്മുഖം ഞാൻ പൊളിച്ചു തരടാ, നീ എന്നെ കിട്ടിയില്ലെങ്കിൽ നിൻ്റെ ഈ കള്ളത്തിൽ നീ എന്നെ വെച്ച് പൊറിപ്പിക്കുന്നതും എന്നെ കൂടെ കൂട്ടുന്നതൊക്കെ ഞാൻ നാട്ടിൽ വിളിച്ചു പറയും
എനിക്കിപ്പോൾ നോക്കാനൊന്നുമില്ല, എനിക്ക് 2 പിള്ളേരുണ്ട്, എനിക്ക് നശിച്ചാലും നന്നായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിൻ്റെ അസ്ഥിവാരം ഞാൻ തോണ്ടുമെന്ന് ഇവള് ഭീഷണി മുഴക്കി. ആ ഒരു ഭീഷണിയിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ തളർന്നു വീണ്. ഇവൻ ഉന്നത കുലജാതനാണ്, അച്ഛനും അമ്മയും സെറ്റപ്പാട് ജീവിക്കുന്നവരാണ്. അപ്പോൾ സമൂഹത്തിൽ അറിഞ്ഞാൽ നാണക്കേടും മാനക്കേടും പകർന്ന് ഇവൻ ആകെപ്പാടെ തകർന്ന്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒഴിവാക്കിയേ പറ്റും. അങ്ങനെ ഒരു നാടകം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മുടെ മോഹൻ എന്ന് പറയുന്ന ആ 27-കാരൻ. നമുക്കൊരു കാര്യം ഇന്ന് ഞാൻ കേട്ടാം, നമുക്ക് അവസാനം ഇന്ന് തീരുമാനം എടുക്കണമല്ലോ, നമുക്ക് എവിടെ വെച്ച് കല്യാണം കഴിക്കണം, ആരേക്ക് വിളിക്കണം എന്നുള്ള തീരുമാനമൊക്കെ നമുക്ക് എടുക്കണം. അതിന് നമ്മുടെ പഴയ സംഗമസ്ഥാനമായിട്ടുള്ള ആ വാഴത്തോട്ടത്തിൻ്റെ ഇത്രാമത്തെ വാഴച്ചൂട്ടിൽ നീ വരിക. ആ പാവപ്പെട്ട പെണ്ണ് രാത്രിയോടെ വരികയാണ്. 8 മണിയോടെ അടുത്ത സമയത്താണ് വരുന്നത് കേട്ടോ. അവർ സ്ഥിരമായിട്ട് വരുന്ന റൂട്ടായതുകൊണ്ട് ആ പെണ്ണിന് വേറെ സംശയമൊന്നുമില്ല. അങ്ങനെ ഇപ്പോൾ മോഹനും നമ്മുടെ കഥാനായികയായിട്ടുള്ള സോണിയും കൂടെ ആ വാഴയുടെ മൂട്ടിയിരുന്നുകൊണ്ട് ചർച്ച ചെയ്യുകയാണ്. ചർച്ച മറ്റൊന്നുമല്ല, ഇവനെങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കണം. ഇവൾ ആ ഉറച്ച വാശി തന്നെ നിൽക്കുവാണ്, എന്നെ കെട്ടാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഞാൻ പൊളിച്ചടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവൻ അമാന്തിച്ചില്ല. കയ്യിൽ കരുതിയിരിക്കുന്ന ആ വലിയ കല്ലെടുത്ത് ഒറ്റ ഇടിയായിരുന്നു ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ തലക്കിട്ട്. ആ വീഡിയോയുടെ പെൺകുട്ടി മറിഞ്ഞു വീണ്. തീർന്നില്ല, കയ്യിൽ കരുതിയിരിക്കുന്ന ആ മൂർച്ചയേറിയ ആ ഇതെടുത്ത് ഇവളെ തലങ്ങും വിലങ്ങും പോന്തുകയാണ്. കഴുത്ത് നന്നായിട്ട് മുറിച്ച് മാറ്റി. എന്നിട്ടും അവൻ അടങ്ങുന്നില്ല. മുഖവും ഇടിച്ച് ചതച്ച്, താടിയിലൊക്കെ ഇടിച്ച് ചതച്ച് കളഞ്ഞു. ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തികൾ എന്തൊക്കെയാണോ അവിടെ ആ പ്രവൃത്തിയെല്ലാം ആ ശരീരത്ത് ആ നരാധമം നടപ്പിലാക്കുകയാണ്. പെൺകുട്ടിയോടെ മരിച്ച് വീണു. അവൻ പതറുന്നില്ല കേട്ടോ, അവൻ യാതൊരു പശ്ചാത്താപവും ഒന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടത് പറ? ആ മൃതദേഹത്തെ ഒഴിവാക്കണം, തെളിവുകൾ എല്ലാം തുടച്ച് നീക്കണം. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കുഴി എടുക്കുകയാണ്. ഇവിടെയാണ് അവൻ്റെ പദ്ധതിയെല്ലാം പാളിപ്പോകുന്നത്. സാധാരണയായിട്ട് ഒരു മൃതദേഹം കുഴിച്ചിടണമെങ്കിൽ നല്ല 6 അടി താഴ്ചയിലേക്കാണ് കുഴിയെടുക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, വെറും 3 അടി താഴ്ചയിൽ മാത്രമാണ് കുഴിയെടുത്തത്. അതെന്താണെന്ന് അറിയാമോ? അവനറിയാം ഇത് വിശാലമായ കൃഷിത്തോപ്പാണ്, ഇവിടെ മറ്റാരും വരത്തില്ല, ബാഹ്യമായിട്ടുള്ള ഒരാളും ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല, ഇവൻ്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശ്വാസത്തിൽ തന്നെയാണ് 3 അടി താഴ്ചയുള്ള ആ കുഴിയെടുത്തത്. ആ കുഴിയിലിട്ട് ഈ പെൺകുട്ടിയെ മൂടുന്നു. അതിൻ്റെ തൊട്ടു താഴെയായിട്ട് തന്നെ മൊബൈലും ആ പെൺകുട്ടി ബാഗ് എല്ലാം ഇട്ട് മൂടി അവൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. 2 ദിവസം കഴിഞ്ഞു. ഇന്ന് ആലോചിച്ച് നോക്കിയേ, ഇവനിലേക്ക് ഇത് വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല മഴ പെയ്യുന്നു, കോരിച്ചൊരിയുന്ന മഴ പെയ്യുന്നു. ആ കൂണ് ശേഖരിക്കാനായിട്ട് നമ്മുടെ ശെൽവമണിയും അവൻ്റെ കൂട്ടുകാരനും വരുന്നു. കൂണ് പറിച്ച് ആ വാഴച്ചൂട്ടിലെത്തുന്നു. കത്തി കാണുന്നു, മുടിയുടെ ഇങ്ങനെ കിടക്കുന്നത് അവൻ കാണുന്നു, നിലവിളിക്കുന്നു, ഇവനെ ചട്ടിയിലാക്കുന്നു. വല്ലാത്തൊരു കേസായിപ്പോയി അല്ലേ? ഈ ഡൈസിറ എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടോ? ഭയങ്കര സെറ്റപ്പാടപ്പാട്ടോ ഓടിക്കൊണ്ടിരിക്കുവാണ്. അതിനകത്ത് ഒരു കഥ ഞാൻ സ്പോയിലാക്കുന്നില്ല, അതിനകത്ത് പറയുന്ന സംഭവം ഇതാണ്: നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സ്നേഹിച്ച ആളുടെ ആത്മാവ് നമ്മളുടെ കൂടെ തന്നെ കാണുമെന്നാണ് ആ കഥ പറയുന്നത്. അതുപോലെ തന്നെയല്ലേ ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ കേസ് അങ്ങനെ വാദിക്കാം. ഈ പെൺകുട്ടിയുടെ ആത്മാവ് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇവൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് ഒരാൾ പോലും അറിയാത്ത ഈ കേസ് ഈ പെൺകുട്ടിയുടെ ആത്മാവ് തന്നെ തെളിയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. എന്തുകൊണ്ടാണ്? ഈ പെൺകുട്ടിയുടെ മുടി ആ മണ്ണടിയിൽ പോയില്ല, ആ മുടി മണ്ണിന് മുകളിൽ തന്നെ കിടക്കുകയായിരുന്നു. അതുമാത്രമല്ലെന്നേ, ഇവളെ കൊന്ന കത്തിയുണ്ടല്ലോ അത് ഒളിപ്പിക്കാൻ ഇവൻ മറന്നും പോയി. ആ വെപ്രാളത്തിൽ ആ ഇരുട്ടിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ ആ വാഴച്ചുവട്ടിൽ ആ ചോര വരേണ്ട കത്തി അവിടെ തന്നെ കിടപ്പുണ്ട്. അതും നമ്മുടെ കൂണ് പറിക്കാൻ വന്ന അളിയന്മാർ കൈയോടെ കണ്ടുപിടിച്ച്. എന്തായാലും കേസിന് ഒരു തുമ്പായി മാറി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ സോനി എന്ന് പറയുന്ന ആ പെൺകുട്ടി എന്ത് തെറ്റാ ചെയ്തത്? മനസ്സറിഞ്ഞ് ഇവനെ സ്നേഹിച്ചു, ഒരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു അല്ലേ? അവളുടെ ബലഹീനതകളും അവളുടെ പോരായ്മകളെല്ലാം ഇവന് വ്യക്തമായിട്ട് അറിയാം. അതെല്ലാം പറഞ്ഞിട്ടാണല്ലോ ഒരു പ്രണയത്തിലേക്ക് കടക്കുന്നത്. പക്ഷേ ഇവൻ ആ പ്രണയത്തെ മിസ്യൂസ് ചെയ്തു. ഇവിടെയാണ് പലപ്പോഴും പ്രേമങ്ങൾ തമ്മിൽ പൊട്ടിത്തകരുന്നത്. ഒരാൾ വളരെ ആത്മാർത്ഥമായിട്ടും മറ്റൊരാൾ കപട സ്നേഹവും കാണിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നേ. പ്രണയം പരിശുദ്ധമാണ്, പവിത്രമാണ്, അനശ്വരമാണ് അല്ലേ? നമ്മൾ ആരെയും പറഞ്ഞ് ചതിക്കരുത്, പറ്റിക്കരുത്. അതൊരു വലിയ പാപം തന്നെയാണ്. എന്തായാലും ഈ ഒരു അവസ്ഥയൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് മാത്രം മനസ്സറിഞ്ഞ് പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.